കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കാടിന്റെയോ മലമൂളാണ്, ഞാവൽപ്പഴത്തിന്റെ ചേലാണ്. എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിന്റെ ഉള്ളത്തൊടുത്താണ്. പൊട്ടി വിരിയണ ചുവന്ന പൂവ്, കറുത്ത ചന്തത്തിനകത്തുരുകണ കനവിൻ നോവ്. ഇരുണ്ട മാനത്ത് പൊട്ടി വിരിയണ ചുവന്ന പൂവ്, കറുത്ത ചന്തത്തിനകത്തുരുകണ കനവിൻ നോവ്. മാമല നീലിമ പെറ്റൊരു വെള്ളിച്ചോല, ഈ മലപ്പെണ്ണിന്റെ ചോല. കറുത്ത ചിപ്പി തന്നകത്തുറയണ വെളുത്ത മുത്ത്, നീയാം ചിപ്പി നീട്ടിയെടുത്തൊരനുരാഗസത്ത്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കാട്ടുപെണ്ണിന്റെ ഞാവൽപ്പഴത്തിന്റെ കരളിനുള്ളിൽ ചോപ്പാണ്, ചോപ്പാണ്. പുറത്താണ്, ഉള്ളിന്റെ ഉള്ളത്തൊടുത്താണ്. തിങ്കളെപ്പോലെ ഒളിഞ്ഞു നോക്കി മറഞ്ഞിരിക്കും തെന്നാലപ്പെണ്ണേ. തടുത്താളി കൊണ്ടലിൽ തെന്നിത്തെറിക്കുന്ന തിങ്കളെപ്പോലെ ഒളിഞ്ഞു നോക്കി മറഞ്ഞിരിക്കും തെന്നാലപ്പെണ്ണേ. സുന്ദരി നിന്നെ നിന്നിലെ നിന്നെ സ്വന്തമാക്കാൻ, നിന്നമൃതം തന്നിട്ടെന്നിലെ എന്നെ അനശ്വരനാക്കാൻ. നിന്നിൽ നിറഞ്ഞൊരനുരാഗസത്ത് പകർന്നു തരാമോ, നിന്നിലേക്കൊന്നായി ലയിച്ചു ചേരാമോ നീ കാട്ടുപെണ്ണേ. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കാടിന്റെയോ മലമോളാണ്, ഞാവൽപ്പഴത്തിന്റെ ചേലാണ്. എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിന്റെ ഉള്ളത്തൊടുത്താണ്. കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. കടഞ്ഞെടുത്തൊരു മെയ്യാണ്, കടഞ്ഞെടുത്തൊരു മെയ്യാണ്. ശ്രീഹരി, യെസ്. ശ്യാം സാറ് നന്നായിട്ട് പാടണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതെ. എങ്ങനെ തോന്നി പാടിയിട്ട്? ആ, കൊഴപ്പില്ലാതെ പാടിയെന്ന് തോന്നുന്നു. ആ, ചോദിക്കാം. ശരത് സർ. ഹായ് മോനെ. ഹായ്. നല്ല രസമുള്ള പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സാർ. എനിക്കൊരു ഒറ്റ സംശയമുള്ളത്, നീ ഞാനിങ്ങനെ നോക്കുമ്പോ മോൻ ഈ ഓവർ ഡൈനാമിക്സ് കാരണം പല വാക്കുകളും കേൾക്കുന്നുമില്ല. അതെന്തായിരുന്നു? അത് വളരെ സോഫ്റ്റ് ആയി പാടി. നീ ഫോണേ എടുത്ത് പ്രണയമാണ് കുറച്ച് തുറന്ന് പറയണം. അതൊക്കെ അല്ലേ പ്രണയം? നിന്നെ എന്ന് പറഞ്ഞാ മതിയോ? എന്താണ് നാണുള്ളൊരു ക്യാരക്ടർ? അങ്ങനെയുള്ള ക്യാരക്ടർ മൂലേ പോയിരുന്ന് കരയണം. അങ്ങനെ നിന്റെ ന്യായീകരണം എനിക്ക് ഇഷ്ടപ്പെട്ടതാ. അല്ല, കുറച്ചൊക്കെ ഡൈനാമിക്സ് ആവാം മക്കളെ കേട്ടോ. പക്ഷെ ഇത് കുറച്ചും കൂടെ അങ്ങ് തുറന്ന് പാടുമ്പോഴാണ് അതിന്റെ ഒരു സുഖം കേട്ടോ. എന്ന് പറഞ്ഞു കറുകറുത്തൊരു പെണ്ണാണ് അന്ന് പാടാനല്ല കേട്ടോ. അത് വല്ലാത്ത വികാരമായിപ്പോ. ഞാൻ വേണം അത് നീ വല്ലാണ്ട് അങ്ങോട്ട് കുറയ്ക്കുന്നു കേട്ടോ. അത് നോക്കിക്കൊള്ളുക. പിന്നെ മോനെ
കാടിന്റെ ഓമന മോളാണ് എന്നാണ് എനിക്ക് ഫീൽ പറഞ്ഞ ഓമലാളെന്നുണ്ട് കേട്ടോ, മലയാളത്തിൽ ഓമനയുണ്ട്. ഓമല മോളെന്നുള്ളത് ആദ്യം കേൾക്കാം. മോളാണ്. ഓമല മോളാണ്. ആ. അതെ. ആണോ? അതിന് ഇതാണോ അർത്ഥം? ഓ മല ഓമലാള് എന്ന് പറയുന്നത് ആണ് ഇങ്ങനെ എന്തോ അല്ല. ഓ മല മോള അങ്ങനോ? നീ പോടേണ്ടത് പറയാ. ആനക്കാരൻ എടുത്തിട്ട് ഇടിക്കണം അവനെ. പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമാട്ടോ. അവനൊരു ചെറിയ കള്ളത്തരൊക്കെ ഉണ്ട് അവന് ജന്മന, പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ മോനെ കരടിനുള്ളില് ഈ പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവി കഴിഞ്ഞിട്ട് വരത്തില്ല. അതും ഈ ഡൈനാമിക്സ് കാരണം അത് കേട്ടത് നീ പാടിയത് നന്നായെന്ന് തോന്നി, പക്ഷെ കേട്ടില്ല. ഒന്ന് കേൾപ്പിക്ക്, നമ്മുടെ ജനങ്ങൾ കേൾക്കട്ടെ. അതെ. കാട്ടുപെണ്ണിന്റെ ഞാവൽ പഴത്തിന്റെ കരളിനുള്ളിലെ ചോപ്പാണ് ചോപ്പാണ്. വെരി ഗുഡ് മക്കളെ, വെരി ഗുഡ്. അത് കേക്കട്ടടാ, അത് അണ്ണാക്കിനകത്ത് വെച്ചോണ്ടിരുന്ന എങ്ങനെ കേൾക്കാനാ? പക്ഷെ നന്നായി ഒരു സുഖം ഉണ്ടായിരുന്നു പാടുന്നത് കേട്ടോ. താങ്ക് യു സാർ. അപ്പൊ മക്കളെ അത്രേ ഉള്ളൂ. എന്തൊക്കെയായാലും ശ്യാം സാറിന് ഇഷ്ടപ്പെടും നീ പാടിയത് കേട്ടോ. അത്രേ ഉള്ളൂ. Okay. ഐ ലവ് യു പാറു. താങ്ക് യു ശരത് സാർ. ലവ് യു ടു. ലവ് യു മുത്തേ. ഷാനിക്ക. ശ്രീഹരി എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ ഫീലിന്റെ കടലിൽ മുങ്ങി ചില വാക്കുകൾ മുങ്ങി മരിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ. കുറച്ച് ഓവർ ഡൈനാമിക്സ് ഉണ്ടായിരുന്നു, അത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ പറഞ്ഞ പോലെ കുറെ ഭാഗങ്ങൾ മഫിൾഡ് ആയി പോകുന്നതാ. ഒരു ഭയങ്കര ഇപ്പം നമ്മളിപ്പോൾ ഇതിന്റെ ഒരു വേവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പം ഒരു ഡൈനാമിക്സ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. ഇത് കുറച്ച് ഓവറായിപ്പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ചിരിച്ച് പാടണം. ആ ഒരു പ്ലസൻനെസ് നമുക്ക് വേണം, അത് കിട്ടണം. പിന്നെ ആകെ ഇത് നേരത്തെ ഇത് മറ്റേ കാട്ടുപെണ്ണിൻ്റെ ആ സെയിം തന്നെയാണ് ഞാനും വരച്ചു വച്ചേക്കണേ. പിന്നെ നല്ല ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ടാണിത്. കുറെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മോൻ മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രീഹരി. പിന്നെ എന്നിലേക്കൊന്നായി ലയിച്ചു, അവിടെ ലയം നഷ്ടപ്പെട്ടു കുഞ്ഞിന്. ഒന്ന് താളത്തിലൊന്ന് പാടിക്കേ. അതൊന്ന് പാടി. നിന്നിൽ നിറഞ്ഞൊരനുരാഗസത്ത് പകർന്നു തരാമോ എന്നിലേക്കൊന്നായി അയ്യോ എന്നിലേക്കൊന്നായി ലയിച്ചു തരാമോ നീ കാട്ടുപെണ്ണേ. ഒന്നുകൂടെ പാടാം. നിന്നിൽ നിറഞ്ഞൊരനുരാഗസത്ത് പകർന്നു തരാമോ എന്നിലേക്കൊന്നായി ലയിച്ചു തരാമോ നീ കാട്ടുപെണ്ണേ. ഓക്കെ, അത് ആ ലോക്കിൽ വീഴണം. അപ്പോഴാണ് അതിന്റെ ഒരു രസം. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിടാം. നല്ല ഈ പാട്ടിന് വേണ്ട ഒരു മൂടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശ്രീഹരി പാടിയതിൽ. നല്ല പ്ലസന്റ് ആയിട്ട് തന്നെ ഒരു കുറച്ചുകൂടെ ചിരിയാവാം, കുറച്ച് ഡൈനാമിക്സ് കൺട്രോൾ ചെയ്യാം. ഈ വക ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി സോർട്ടഡ് ആണ്. നല്ലതാണ് കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി ശ്രീഹരിക്കുട്ട. എന്തോ ശ്രീഹരിക്കുട്ടൻ ഒരു നാടൻ സോതാണ്. അപ്പൊ ഈ പാട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. മോന്റെ ഒരു ആറ്റിറ്റ്യൂഡും മോന്റെ ഒരു ആ വോയിസിന്റെ ടോണും അത് വളരെ ചില സ്ഥലങ്ങളിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഇവർ കൂടുതൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇത് ബ്രെത്ത് നമുക്ക് കൂടുതൽ കിട്ടാതെ കൊണ്ട് അതങ്ങനെ ഡിപ്പ് ആൻഡ് ഡിം ആകുന്നുണ്ട്. അത് ഈ ബ്രെത്ത് പോകുമ്പോൾ ഒരുപാട് അവിടെ ഉള്ളിൽ പോയി പിന്നെ വീണ്ടും ബ്രെത്ത് കിട്ടുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ബ്രെത്തിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ശ്രീഹരിക്കുട്ടന്റെ വോയിസിൽ ഒരു യു ഹാവ് എൻ അമേസിങ് ഫീൽ. അത് എപ്പോഴും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വോയിസ് ആണത്. പക്ഷെ ഈ ബ്രെത്ത് കൺട്രോൾ തീർച്ചയായിട്ടും കിട്ടിയാൽ തന്നെ ഈ പാട്ടൊക്കെ നമുക്ക് പൂർണ്ണത എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് ഫുൾ ലൈൻ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ചില സംഗതികളൊക്കെ നമുക്ക് കേൾക്കുന്നില്ല, പിന്നെ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ബ്രെത്ത് കൺട്രോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശ്രീഹരി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതല്ലാതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഫീല് അസാധ്യമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ചുണു മാർക്സ് വയ്ക്കാം. ശരത് സർ. മക്കളെ ഓ ചിണു, യെസ്, നിനക്ക് ഞാനൊരു 8.5 മാർക്ക് തരും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ശ്രീഹരി, നിനക്ക് ഞാനൊരു 8.7 തരും. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 17.2. കൊള്ളാം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.